ഒമ്പതാമത് വേലൂർ ഗ്രാമകം നാടകോത്സവ നഗരിയിൽ സ്ഥാപിക്കാൻ ശില്പമൊരുക്കി ജോത്സൻ വേലൂർ. അന്തരിച്ച പ്രശസ്ത ശില്പി ജോൺസൺ വേലൂരിന്റെ മകനാണ് ജോത്സൻ. തുടർച്ചയായി 4-ാം തവണയാണ് ഗ്രാമകം നാടകോത്സവത്തിന് ജോത്സൻ ശില്പം തയ്യാറാക്കുന്നത്. അതിനുമുമ്പ് ശില്പി ജോൺസൺ വേലൂരാണ് ശില്പങ്ങൾ ഒരുക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ ജോത്സൺ ഈ ദൌത്യം നിറവേറ്റുകയായിരുന്നു. മുതലയും മത്സ്യവും എന്ന ആശയം അടിസ്ഥാനമാക്കിയാണ് ശില്പം ഒരുക്കിയിട്ടുള്ളത്. ഫൈബറിൽ തീർത്ത ശില്പത്തിന് കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള നിറങ്ങളാണ് നൽകുന്നത്. ഇപ്പോൾ ഗ്രാമകം നാടകോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇതിപ്പോൾ ഞാൻ 4-ാമത്തെ പ്രാവശ്യമാണ് എൻ്റെ ഒരു ശില്പം ചെയ്യുന്നത്. മുമ്പ് പപ്പ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ 4 വർഷമായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ ഒരു ചെറിയ ആശയം മുതലയും മത്സ്യവും എന്നൊരു ചെറിയ ആശയം അതിനടിസ്ഥാനമാക്കിയിട്ട് ഇപ്പോൾ ഫൈബർ ഗ്ലാസ്സിലാണ് ഈ വർക്ക് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ സംഭവങ്ങളൊക്കെ കുറേശ്ശെ വുഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ ഒരു ആകർഷകമായ കളറും പെയിൻറ്റിങ് എന്ന രീതിയിൽ ഇപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കളർഫുൾ ഫോർമാറ്റിൽ നമ്മളിപ്പോൾ ചെയ്ത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കണം, അവസാനിപ്പിച്ചുകൊണ്ടിരിക്കണം. അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്.